1 വയസ്സുള്ള ഈ കുട്ടിയോട് മത്സരിക്കാൻ 100 വയസ്സ് വരെയുള്ള എല്ലാ പ്രായക്കാരെയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ തമ്മിൽ മത്സരിക്കുന്നത് $2 ലക്ഷം വേണ്ടിയാണ്. റെഡി ഗോ. ഓരോ ഏജ് ഗ്രൂപ്പിൽ നിന്നും ആദ്യം ഫിനിഷ് ലൈൻ കടക്കുന്ന 5 പേർ അടുത്ത ചാലഞ്ചിലേക്ക് കടക്കും. നീ പൊളിക്കുന്നുണ്ട്. 90 വയസ്സുകാരെ കമാൺ, ഞാൻ തകർക്കും. ലെറ്റ്സ് ഗോ. മത്സരാർത്ഥികൾ പങ്കെടുക്കാൻ പോകുന്ന 6 ബ്രൂട്ടൽ ചാലഞ്ചുകളിൽ ആദ്യത്തേത് മാത്രമാണിത്. ഓ, അവരെ 88 വയസ്സുകാരനെ വീഴ്ത്തി. മനുഷ്യരാശിയുടെ പ്രൈം ഏജ് ഏതാണെന്ന് കണ്ടെത്താൻ ഇതിന്റെ ഉത്തരം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. 60 വയസ്സുകാരൻ ഞാൻ വിചാരിച്ചതിനേക്കാളും സ്ലോ ആണല്ലോ. 21 മുതൽ 30 വയസ്സ് വരെ ആയിരിക്കും ആദ്യം ഫിനിഷ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് തോന്നുന്നു. അതാണ് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലെ അവസാനം എത്തുന്ന 5 പേർ പുറത്താകും. പൊളിച്ചു മുത്തേ. ഓ ഞാൻ പിടിക്കാം. 92-നെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. ഇതോടെ 50 സ്പോട്ടുകളും ഫില്ലായിരിക്കുന്നു. എല്ലാവരെക്കാളും മുമ്പേ ആദ്യം ഫിനിഷ് ലൈൻ കടന്നത് ഞാനാന്ന് തോന്നുന്നു. കൺഗ്രാറ്റുലേഷൻസ്, പുറത്തേക്ക് നടന്നോളൂ. ഈ അടുത്ത ഗെയിമോടെ കാര്യങ്ങൾ വേറെ ലെവലാകാൻ പോവുകയാണ്. രണ്ടാമത്തെ ഈ ഗെയിമിൽ നമ്മൾ ഡോഡ്ജ് ബോൾ കളിക്കാൻ പോവുകയാണ്. വയസ്സായ ആളുകൾ എങ്ങനെ കളിക്കുന്ന വിചാരിക്കുന്നത്? യെല്ലോ ടീം 6 വയസ്സുള്ള ഒരു കുട്ടിയെ നിങ്ങൾ എറിയില്ലല്ലോ. ഓ, മുഖത്ത് തന്നെ വിളിക്കും. അല്ലേ? കൃത്യം മുഖത്ത് തന്നെ. 3, 2, 1 ഗോ. നമ്മൾ തുടങ്ങി കഴിഞ്ഞു. ആ പിള്ളേരെ നോക്ക്, അവരെ ബോൾസ് ഒക്കെ ടീനേജേഴ്സിന് എടുത്ത് കൊടുക്കുകയാണ്. ബോൾ നിങ്ങളുടെ ദേഹത്ത് കൊള്ളുകയോ റെഡ് ലൈനിൽ ചവിട്ടുകയോ ചെയ്താൽ നിങ്ങൾ ഈ റൗണ്ടിൽ നിന്നും പുറത്താകും. ഒരു ടീമിലെ എല്ലാവരും പുറത്താകുന്നത് വരെ നമ്മൾ കളിക്കും. 76 എറിയാൻ നോക്കുകയാണ്. ഓ, നിങ്ങൾ മിസ്സാക്കി. അയ്യോ, 98. ഇനി വെറും 3 സീനിയേഴ്സ് മാത്രമുള്ളത്. ഓറഞ്ച് ടീമിനെ എറിയ്. ഓ, ഞാൻ ഔട്ടായി. ആകെ ബഹളമയമാണ്. ഓ, 95. ഓ, സോറി ആൻ. അതൊട്ടും തന്നെ ശരിയായില്ല. ബോൾ എറിയ. ഓ 44 ഔട്ടായി. യെല്ലോ ടീം ഓറഞ്ച് ടീമിനെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ബോൾ വേണം. ഓ 54 ഔട്ടായി. ഓ 46. 46-നെ ഔട്ടാക്കിയത് കണ്ടോ? ഓ, ഓറഞ്ച് ടീമിൽ 2 പേര് മാത്രമേ ബാക്കിയുള്ളൂ. 59 ഔട്ടായാൽ അവരുടെ കളി കഴിഞ്ഞു. ഓ, അവർ അയാളെ പുറത്താക്കി. കളി തീർന്നു. 40 മുതൽ 60 വയസ്സ് വരെയുള്ളവർ പുറത്തായിരിക്കുന്നു. അവസാന റൗണ്ടിൽ കളിയിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. അയ്യോ. അടുത്ത റൗണ്ടിൽ ഓരോ ടീമിൽ നിന്നും 2 ക്യാപ്റ്റന്മാർ മാത്രമേ മത്സരിക്കുകയുള്ളൂ. കൂടാതെ 2 ഭാഗങ്ങൾ പുറത്താകുന്നതുവരെ കളി തുടരും. അതായത് രണ്ടാം റൗണ്ടിൽ നിങ്ങളിൽ പകുതി പേരും തിരിച്ചു പോകുന്നതായിരിക്കും. ഞങ്ങൾ റെഡ് ടീം ആയതുകൊണ്ട് റെഡ് ലൈനിൽ തൊടാൻ പറ്റുമോ? കാരണം ഇത് ശരിയല്ല. പറ്റില്ല. പക്ഷെ അതൊരു രസകരമായ ചോദ്യമായിരുന്നു. നല്ല രസകരമായ ചോദ്യം. ആരാ ക്യാപ്റ്റൻ ആവേണ്ടത്? ഇവര് തന്നെ ജയിക്കും. നിനക്ക് ക്യാപ്റ്റനാകാൻ താല്പര്യമുണ്ടോ? ഓക്കെ, അപ്പൊ ശരി. അപ്പോ 65ഉം 70ഉം ആണോ ഉദ്ദേശിക്കുന്നത്? ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് സോറി. എന്നോട് ക്ഷമിക്കണം. ജെൻസി, നിങ്ങൾ റെഡിയാണോ? പ്രൈമേജ്, നിങ്ങൾ റെഡിയാണോ? ഓൾഡീസ്, നിങ്ങളോ? എനിക്ക് ഈ ഗെയിം ജയിക്കണം. സീനിയേഴ്സ്, നിങ്ങൾ റെഡിയാണോ? 3, 2, 1 ഗോ. ഓ, അവര് 2 സീനിയേഴ്സിനെയും പുറത്താക്കി. ഗ്രീൻ ടീം പുറത്തായി. 88. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. അവനെ എറിയ. 65-നെ കൊള്ളിച്ചു. അവര് കളിയിൽ പോലും ഇല്ല. ഓ, സോറി ജിമ്മി. അവര് പ്രായമായവർക്കെതിരെ ടീമായി. അയ്യോ, ഒരു ദയയും കാണിക്കുന്നില്ല. ബോൾ പിടിച്ച് 3 വരെ എണ്ണ. 1, അവർ മാത്രമോ ബാക്കിയുള്ളത്? 2, 3. ഓ, അവര് പ്രായമായവരോട് ഒരു ദയയും കാണിച്ചില്ല. 40 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഇപ്പോൾ പുറത്തായിരിക്കുന്നു. നിങ്ങളുടെ വീഴ്ച കണ്ടോ? ഒരു ചാമ്പ്യനെ പോലെ കൈകാര്യം ചെയ്തു. കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ കോളേജിൽ പോകാൻ പോവാ. എന്റെ ഫാമിലിയെ സഹായിക്കണം. എന്നോട് ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ എന്നും ഓർമ്മിക്കുന്ന ദിവസമായിരിക്കും. നമുക്ക് പോയി കുറച്ചു പേരെ കൂടെ എലിമിനേറ്റ് ചെയ്യാം. ഫോളോ മീ. ഇതെന്താ? അത് വെള്ളമാണോ? ഇത് എന്ത് കുന്ത? ഡാങ് ടാങ് റിലേയിലേക്ക് സ്വാഗതം.
അവരുടെ ജേഴ്സിയുടെ കളർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എല്ലാ പ്രായക്കാരെയും 5 പുതിയ ടീമുകളായി തിരിച്ചിട്ടുണ്ട്. നിന്റെ ടീമിലേക്ക് ആരെയാണ് വേണ്ടത്? ഏറ്റവും പ്രായം കുറഞ്ഞ 5 പേരാണ് അവരെ തിരഞ്ഞെടുത്തത്. എന്റെ ദൈവമേ 28 years. 30. ഏത് വേണം? നീ പറഞ്ഞോ. 29. അവര് നല്ല ആളുകളെ തിരഞ്ഞെടുത്തെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചാലഞ്ച് ഒരു റിലേ മത്സരമാണ്. 2 ടീം മെമ്പേഴ്സ് ടാർഗറ്റിലേക്ക് ആരോസ് കൊള്ളിക്കുന്നതിലൂടെയാണ് ഇത് തുടങ്ങുന്നത്. അവരെ രണ്ടിലും കൊള്ളിച്ചാൽ ഡാങ് ടാങ് മൂന്നാമത്തെ ടീം മെമ്പറെ ഡ്രോപ്പ് ചെയ്യും. ആ മെമ്പർ നീന്തി ലാഡർ എക്സ് കളക്ട് ചെയ്ത് നാലാമത്തെ ടീം മെമ്പറിന് കൊടുക്കണം. എന്നിട്ട് ലാഡർ ബിൽഡ് ചെയ്ത് മുകളിൽ കയറി ബസർ അടിക്കണം. ആദ്യം ഫിനിഷ് ചെയ്യുന്ന 3 ടീമുകൾ മുന്നോട്ട് പോകും. ബാക്കി 2 ടീമുകൾ എലിമിനേറ്റ് ആകും. കണ്ടസ്റ്റന്റ്സ്, നിങ്ങൾ റെഡി ആയിക്കോളൂ. 3, 2, 1, go! ആദ്യത്തെ ഷോട്ട് എല്ലാവരും മിസ് ചെയ്തു. പർപ്പിൾ ടീം സമയമെടുത്ത് എയിം ചെയ്യുന്നുണ്ട്. ഓ അവൻ കൊള്ളിച്ചു. പർപ്പിൾ ടീമിന് ഇത് കൊണ്ടു. ഓ നാശം. സമയെടുത്ത് പതുക്കെ മതി. Come on, 29. കുറച്ചുകൂടി മുകളിലേക്ക്. ടാർഗറ്റുകളിൽ കൊള്ളിക്കണം. ഇതുവരെ പർപ്പിൾ ടീം മാത്രമേ ഒരെണ്ണം കൊള്ളിച്ചിട്ടുള്ളൂ. ഓ അവൻ കൊള്ളിച്ചു. ഓ അടിപൊളി, അവന് വെള്ളത്തിലിട്. അടിപൊളി. ആദ്യത്തെ 3 ടീമുകൾക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് വേഗമാവട്ടെ, ആ ടാർഗറ്റുകളിൽ കൊള്ളിക്കൂ. പർപ്പിൾ ടീം ആയിരിക്കും ആദ്യം മുകളിൽ എത്തുക. മറ്റുള്ളവർ ടാർഗറ്റിൽ കൊള്ളിക്കുന്നതിന് മുൻപ് തന്നെ അവർ ലാഡർ ഉണ്ടാക്കി കഴിഞ്ഞേക്കും. അതാ അത് കൊണ്ടു. മുകളിൽ പെട്ടെന്ന്. അയ്യോ. എന്തേ കാണിക്കുന്നേ? Come on, 30. അതുകൊണ്ട് 2 തവണ കണ്ടു. 22 വേഗം പോ. ഏയ് നിങ്ങൾ കൊള്ളിച്ചു. കലക്കി. ഓക്കേ, ബിൽ, നിന്നെ കൊണ്ട് പറ്റും. പർപ്പിൾ ടീം തകർക്കുകയാണ്. അവരുടെ ലാഡറിന്റെ പകുതിയോളം പണിയും ഇങ്ങോട്ട് തീർന്നു. കൊണ്ടുവാ. പക്ഷേ ഇതാ യെല്ലോ ടീം അവരുടെ ലാഡർ പണി തുടങ്ങി കഴിഞ്ഞു. നിനക്ക് പറ്റും. അടിപൊളി. ഒരെണ്ണം കിട്ടി. അത് കൊണ്ടു. റെഡ് ടീം ഒരെണ്ണം കൊള്ളിച്ചു. നീ എന്തേ കാണിക്കുന്നേ? പർപ്പിൾ ടീം വളരെ വേഗത്തിൽ ലാഡർ പണിതുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 40 വെള്ളത്തിൽ നിന്നും കയറാൻ കഷ്ടപ്പെടുകയാണ്. ഒന്ന് ഹെൽപ്പ് ചെയ്യാ. ഏയ് അവനൊന്ന് സഹായിക്കേ. 12 ലാഡർ നിർമ്മിക്കാൻ ലഭിക്കേണ്ട സമയം അവർക്ക് ഇതിലൂടെ നഷ്ടപ്പെടും. Now or never, baby. അടിപൊളി. വേഗം, അവസാനത്തെ 2 ടീമുകൾ പുറത്താക്കപ്പെടും. വേഗം മുകളിലേക്ക്. എന്റെ ദൈവമേ. ഓ നീ കൊള്ളിച്ചു. എറിയ. ഇപ്പോൾ 3 ടീമുകൾ അവരുടെ ലാഡർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റെഡ് ടീം അവരുടെ ലാഡർ നിർമ്മിക്കാൻ തുടങ്ങുകയാണ്. യെസ്, അവൻ മുകളിൽ കയറുകയാണ്. അവർ ഒരുപാട് മുന്നിലായിരുന്നു, പക്ഷേ മറ്റുള്ളവർ ഇതാ തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. ഇപ്പോൾ ഗ്രീൻ ടീം യെല്ലോ ടീമിനെ മറികടന്ന് മുന്നിലെത്തിയിരിക്കുന്നു. ഏറ്റവും അവസാനമാണെങ്കിലും ബ്ലൂ ടീം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഗ്രീൻ ഇപ്പോൾ പർപ്പിൾ ടീമിനൊപ്പം ടൈ ആയിരിക്കുകയാണ്. അയ്യോ, അവന്റെ കയ്യിൽ നിന്ന് റൺ താഴെ പോയി. ഫോക്കസ്. കറക്റ്റ് ആയിട്ട് വെക്ക്. കമോൺ. കേറ്. വേഗം. ലെറ്റ്സ് ഗോ. ഓ ഗ്രീൻ ചിലപ്പോൾ ഫസ്റ്റ് ആയിരിക്കും. Yes, green ആണ് first. ഓക്കേ, നമുക്ക് രണ്ടാമത്തെയും കിട്ടി. ഒരു സ്പോട്ട് ബാക്കി. ഒരൊറ്റ സ്പോട്ട് ബാക്കി. വേഗം. നമ്മൾ വേഗം ആവട്ടെ. നമ്മൾ തേർഡാണ്. ചരിത്രത്തിലെ ദി ബെസ്റ്റ് ടീം ക്യാപ്റ്റൻ. നമ്മൾ ഫസ്റ്റ് എത്തി. മനസ്സിലായോ? നിങ്ങൾക്കിപ്പോൾ 12-ൽ ഒരു ചാൻസ് ആണുള്ളത് ആ $250,000 സ്വന്തമാക്കാൻ. ഇതാ ഈ നമ്പർ 7. ഇവനില്ലാതെ എനിക്കിത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ബ്ലൂ, ഐ ആം സോറി. ഇനി ആ ബോ താഴെ വെക്കാം. നിങ്ങൾ പുറത്തായിരിക്കുന്നു. അവിടെ ഇപ്പോ 2 ടീമുകൾക്കും മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇത് ഭയങ്കര ബോറാണ്. ഇത് കാണുന്ന ഒട്ടും സന്തോഷമുള്ള കാര്യമല്ല. ഇവിടെ വന്നേ. എന്തു പറ്റി? സാരമില്ല ട്ടോ, നീ നന്നായി ചെയ്തല്ലോ. നീ ടോപ്പ് 4-ലെത്തിയില്ലേ? കേട്ടോ, നീ ഇതിലും വലിയ. നിനക്ക് 8 വയസ്സേ ആയിട്ടുള്ളൂ, എന്നിട്ട് നീ 4 സ്ഥാനത്ത് എത്തിയില്ലേ? ഈ 2 ടീമുകളും എലിമിനേറ്റ് ആയിരിക്കുന്നു. വിഷമമുണ്ട്, അവർ നന്നായി കളിച്ചു, പക്ഷെ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല. ബാക്കിയുള്ള 12 പേരും അടുത്ത ഗെയിമിനായി എന്റെ കൂടെ വരൂ. ബ്ലൈൻഡ് ഫോൾഡുകൾ അഴിച്ചു മാറ്റൂ. നിങ്ങൾ ഇപ്പോൾ ആകാശത്ത് പൊങ്ങിക്കിടക്കുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്. 6 വയസ്സുകാരി ഒന്ന് മുന്നോട്ട് വരൂ. ഇവിടെയുള്ള കണ്ടസ്റ്റൻസിൽ ഒരാളെ നിനക്കെതിരെ മത്സരിക്കാനായി തിരഞ്ഞെടുക്കണം. എന്നിട്ട് തീരുമാനിക്കണം നിനക്ക് ഗോളിയാകണോ അതോ പെനാൽറ്റി കിക്കർ ആകണോ എന്ന്. പെനാൽറ്റി കിക്കർ ഗോൾ അടിച്ചാൽ അയാൾക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ഗോളി സേവ് ചെയ്താൽ
ഗോളി മുന്നോട്ട് പോകും. അവിടെ ഇരിക്കുന്ന ആ $500,000 കണ്ടോ? മോൾക്കത് കിട്ടിയാൽ മോൾ എന്താകും വാങ്ങുക? മറ്റുള്ളവർക്ക് വേണ്ടി ഓരോന്ന് വാങ്ങും. അതെയോ? ആ, അവള് നിങ്ങളെയാണ് പിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവളെ ഔട്ടാക്കും. അതെ, പണത്തിന് വേണ്ടി ഞാൻ അവളെ ഔട്ടാക്കും. ഓ, പണത്തിന് വേണ്ടി അവളെ എലിമിനേറ്റ് ചെയ്യും അല്ലേ? ഇഷ്ടമുള്ള ആരെ വേണമെങ്കിലും വിളിക്കാം. നിനക്ക് 7 എതിരെ മത്സരിക്കണോ? ഓക്കെ, 7 ഇങ്ങോട്ട് വരൂ. ഓക്കെ, ഇതിപ്പോ 6 vs 7 ആണ്. 6, 7. അതാണ്. നിനക്ക് ബോൾ കിക്ക് ചെയ്യണോ അതോ ഗോളി ആകണോ? ഗോളി. ഗോളി, ശരി, ഇങ്ങോട്ട് വാ. നീയാണ് കിക്കർ. അവള് വെച്ച് നോക്കുമ്പോ ഗോൾ പോസ്റ്റ് എത്ര വലുതാണെന്ന് നോക്ക്. ബോൾ ഇതാ ഇവിടെ വെച്ചിരിക്കുന്നു. റെഡിയാകുമ്പോ കിക്ക് ചെയ്തോ. ഓക്കേ. ഓയ്യോ! ലിലി! നന്നായി കളിച്ചു മോളെ. പറയാൻ വിഷമമുണ്ട്, കാരണം നീ ക്യൂട്ടാണ്, പക്ഷെ നീ എലിമിനേറ്റ് ആയിരിക്കുന്നു. ഐ എം സോറി. സ്റ്റെയർകേസ് ഇറങ്ങി പോണോ? ഒരേ ഒരു വഴി ഇവിടുന്ന് ചാടുന്നത് മാത്രമാ. ഗുഡ് ബൈ ലിവിത്. ബൈ. പേടിക്കേണ്ട, താഴെ വലിയൊരു സ്പോഞ്ച് ഫിറ്റ് ഉണ്ട്. കളി തുടരാം. ഏറ്റവും പ്രായം കുറഞ്ഞ ആളൊന്ന് മുന്നോട്ടേക്ക് വരൂ. 10 വയസ്സുകാരൻ വരൂ. ആരെയാണ് വേണ്ടത്? ആ ചേച്ചി. 19? 19. എന്റെ ദൈവം. Alright. ഞാൻ കിക്കറാവാം. നിനക്ക് അവളെ പുറത്താക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? അതൊരു ഗേൾ ആയതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിരിക്കും തോന്നുന്നു. അവര് തീർന്നു. അവള് തീർന്നു. ബോള് വെച്ചോ സമയം എടുത്തോ ധൃതി ഒന്നും വേണ്ട. നല്ല അടിയായിരുന്നു. ഓക്കെ, ബൈ. ഇവിടുന്ന് എങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കും? 22. 22. ഒന്ന് ആലോചിക്കാൻ പോലും താല്പര്യമില്ലേ? 12 ആണ് കിക്കർ, 22 ആണ് ഗോൾ കീപ്പർ. അവൻ മൂവ് ചെയ്യുന്നുണ്ട്. ആര് വേണമെങ്കിലും ജയിക്കാം. സമയം എടുത്തോ, ടെൻഷൻ ആവണ്ട. ഓ, അവൻ അടിക്കാൻ പോവാണ്. ഓ! ഹോ, ഹോ! ഓ! കലക്കി മുത്തേ. അടിപൊളി. അവൻ നിന്നെ പറഞ്ഞില്ലേ, തോൽപ്പിച്ചു. ആര് വേണമെങ്കിലും ജയിക്കാം. ഓ, ഗ്രാനി സ്ലെയർ, നിനക്ക് എഴുന്നേക്കാനുള്ള സമയമായി. ആ ക്ലിപ്പ് പ്ലേ ചെയ്യൂ.